പാരാസൈക്കോളജി അല്ലെങ്കിൽ അതീന്ദ്രിയ മനഃശാസ്ത്രം ഇതിന് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആശ്ചര്യജനകമായിട്ടുള്ള മറ്റൊരു വിശദീകരണവും കൊടുക്കുന്നുണ്ട്. നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഉറക്കത്തിനിടയിലെ ഒരു അഗാധമായിട്ടുള്ള ഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു താഴ്ചയിലേക്ക് വീണുപോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും സാഹചര്യത്തില് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഒന്ന് അറിയാൻ വേണ്ടിയാണ് പരസ്പരം. അത് ഒരു പക്ഷേ ഒരു അഗാധമായിട്ടുള്ള ഗർത്തത്തിലേക്ക് വീണു പോകുന്നത് മാതിരിയായിരിക്കും. അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ഞെട്ടലായിരിക്കും. പെട്ടെന്ന് ഒന്ന് ഒന്ന് പിന്നോട്ട് പോകുന്നത് പോലെയുള്ള ഒരു ഞെട്ടലായിരിക്കും ഉണ്ടാവുക. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അനുഭവത്തോടു കൂടി അവര് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു പോകും. എന്നാൽ മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് സാവധാനം ഒരു മയക്കത്തിലേക്ക് തന്നെ പോകും. ഇനി അപൂർവമായിട്ടാണെങ്കിലും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു പോകുന്നത് പോലെയുള്ള അല്ലെങ്കിൽ എവിടെയോ അലിഞ്ഞ് ഒഴുകി പോകുന്നത് പോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് ഏത് വിധത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ദയവായിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കുക. പരസ്പരം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി ഒരു വീഡിയോ ചെയ്യാൻ ഒരുപക്ഷെ അത് കാരണമായിരിക്കും. അപ്പൊ എന്ത് തന്നെയായാലും ശരി, അത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഉത്തരം തേടിയിട്ടും കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. എന്ത് തന്നെയായാലും അതിന്റെ ഉത്തരങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിന് സൈക്കോളജി കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ പറയുന്നത്, നമുക്കറിയാം മനുഷ്യരുടെ പൂർവികര് എന്ന് പറയുന്നത് കുരങ്ങന്മാരാണ് എന്നുള്ളത്. കുരങ്ങന്മാര് പരിണമിച്ചിട്ടാണ് കാലാന്തരങ്ങളായിട്ട് മനുഷ്യന്മാര് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്, അല്ലെ? അപ്പോ ഈ കുരങ്ങന്മാരായിരിക്കുന്ന സമയത്ത് അവര് കാടുകളിലൊക്കെ കഴിഞ്ഞിരുന്നപ്പോ ഇവര് ഉറക്കത്തിന് വേണ്ടിയിട്ട് ആശ്രയിച്ചിരുന്ന മരച്ചില്ലകളെയാണ്. അപ്പോൾ മരച്ചില്ലകളില് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും അതിൽ നിന്ന് താഴേക്ക് വീണുപോയിരിക്കുന്ന ഒരു യഥാർത്ഥ അവസ്ഥ അന്നത്തെ കാലത്ത് പല കുരങ്ങന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ കുരങ്ങുകളുടെ ബോധത്തില് അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുരങ്ങുകൾ പരിണമിച്ച് മനുഷ്യനിലേക്ക് രൂപാന്തരം പ്രാപിച്ച സമയത്തും ഈ ഓർമ്മയുടെ ഒരു ഒരു ബോധം, ഒരു നേർത്ത ബോധം മനുഷ്യന്റെയും ബോധതലങ്ങളിൽ എവിടെയോ നിലനിൽക്കുന്നതായിട്ടും ആ ഒരു ബോധത്തിന്റെ പ്രതിഫലനം അവൻ ഉറക്കത്തിലേക്ക് പോകുന്ന അഗാധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവനിൽ പ്രതിഫലിക്കുന്നതാണ് ഈ വിധത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ കാരണമെന്നും സൈക്കോളജി പറയുന്നുണ്ട്. മനസ്സിലായോ? അതായത് പണ്ടെങ്ങാണ്ടോ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു അനുഭവത്തിന്റെ പ്രതിഫലനം ഇന്നും മനുഷ്യന്റെ ബോധതലങ്ങളിൽ എവിടെയോ അവശേഷിക്കുന്നതായിട്ടും ആ ഒരു ബോധത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയുടെ പ്രതിഫലനം ഇപ്പോഴും സംഭവിക്കുന്നതിലൂടെയുമാണ് ഈ വിധത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നാണ് ആ വിശദീകരണം. എന്നാൽ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിന് തികച്ചും വ്യത്യസ്തമായിട്ട്, ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് പാരാസൈക്കോളജി അല്ലെങ്കിൽ അതീന്ദ്രിയ മനഃശാസ്ത്രം ഇതിന് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആശ്ചര്യജനകമായിട്ടുള്ള മറ്റൊരു വിശദീകരണവും കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉറക്കത്തിന്റെ അഗാധമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബോധം അല്ലെങ്കിൽ വേണമെങ്കിൽ ആത്മാവ് എന്ന് പറയാം, ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും, അതായത് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ടാണ് പാരാസൈക്കോളജി പറയുന്നത്. ഒന്നുകൂടി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെടുകയും അത് പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട്, അതിലൂടെ ചില അറിവുകളും അനുഭവങ്ങളും ഒക്കെ ആർജിക്കുന്നതായിട്ടും എല്ലാം പാരാസൈക്കോളജി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ശരീരത്തിൽ നിന്നും, ഭൗതിക ശരീരത്തിൽ നിന്നും ഈ സൂക്ഷ്മ ശരീരം വേർപെടുന്ന ഈ ഒരു സാഹചര്യത്തിലാണത്രേ ഈ വിധത്തിലുള്ള ഒരു അഗാധമായ ഗർത്തത്തിലേക്ക്, അഗാധമായിട്ടുള്ള ഒരു കുഴിയിലേക്ക് വീണു പോകുന്ന ഒരു അനുഭവം വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് എന്ന്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു തോണിയിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, തോണിയിൽ നിന്ന് കാല് വെച്ച് ഇറങ്ങുന്ന സമയത്ത് തോണി ഒരല്പം പിന്നിലേക്ക് ഒന്ന് പോകുന്നില്ലേ? ഇതേ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഇതേ ഒരു അവസ്ഥയാണ് ഇവിടെയും സംഭവിക്കുന്നതെന്ന്. അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് പോകുന്നില്ലേ? അതുപോലെ തന്നെ ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം ഒന്ന് വേർപെടുന്ന സമയത്ത് ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് പാരാസൈക്കോളജി സാക്ഷ്യപ്പെടുത്തുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അവരറിയുന്നില്ല. അവർ വീണ്ടും ഒരു ഉറക്കത്തിലേക്ക് തന്നെ, മയക്കത്തിലേക്ക് തന്നെ വഴുതി വീണു പോകുന്നുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ആഘാതം കാരണം അവർ ഞെട്ടി ഉണർന്നു പോകുന്നുണ്ട്. പിന്നെ സാവധാനം ഉറക്കത്തിലേക്ക് പോകുന്നുണ്ടാവണം. എന്നാൽ മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഒഴുകി നടക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങളോ, അല്ലെങ്കിൽ പറന്നു നടക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങളോ, അല്ലെങ്കിൽ അതിലും വിചിത്രമായിട്ട് മറ്റൊരു വ്യത്യസ്തമായ ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് വഴുതി വീഴുന്ന വിധത്തിലുള്ള അനുഭവങ്ങളോ ഒക്കെ ചില വ്യക്തികൾക്ക് ഉണ്ടായി കാണാറുണ്ട്. അപ്പൊ ഇത് എന്ത് തന്നെ ആയാലും ശരി, ഏതൊക്കെ വിധത്തിലുള്ള അനുഭവങ്ങളായാലും ശരി, നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവയുടെയും വിശദീകരണങ്ങൾ തേടാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഈ വീഡിയോയുടെ ചുവട്ടിൽ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. വ്യത്യസ്തങ്ങളായ നിരവധി വിഷയങ്ങൾ നിരന്തരം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.